ചക്ക പറിച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് വറക്കാം. ഇങ്ങനെയാണ് ചക്ക വിട്ടുന്നതെന്ന് കാണിച്ചു തരാം. പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടില്ല, പിള്ളേരെ കാണിക്കാനായിട്ട്. ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ തുണ്ടിയാക്കി എടുക്കുക. എന്നിട്ട് ഇവിടെ അങ്ങോട്ട് ചെത്തുക. എന്നിട്ട് ചക്ക ഇങ്ങനെ അടത്തിയെടുക്കുക. ഉണ്ടോ, എത്ര എളുപ്പം നടത്തിയെടുക്കാവുന്നു. ഇങ്ങനെയാണ് ചക്ക അടത്തിയെടുക്കുന്നത്. ചക്ക കണ്ടിട്ട് അടത്താൻ അറിയത്തില്ല, എന്നിട്ട് ചക്ക തിന്നാതെ പോകരുത്. ചക്ക കിട്ടുകയാണെങ്കിൽ ഇത് ഇങ്ങനെ അടത്തി അത് നന്നാക്കി വറക്കാം, പുഴുങ്ങാം. പഴമാണെങ്കിലും എല്ലാത്തിനും ചക്ക നല്ലതാണ്. ഇത് വറക്കാൻ പരുവുക. ഒരുപാട് മൂക്കണമെന്നൊന്നുമില്ല വറക്കുന്നതിന്. ഈ ചവിണി കളഞ്ഞ് കുരു കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിത് അരിഞ്ഞെടുക്കുകയാണ്. ഇങ്ങനെ വറക്കാനായിട്ട് ഇങ്ങനെ അരിയുന്നത് 1-4 ആയിട്ടൊക്കെ കീറിയെടുത്ത് വെച്ചാൽ മതി. ചക്ക വറക്കാൻ പോവാണ്. ചക്ക അരിഞ്ഞൊക്കെ വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്കത് ഉരുളിയിലോട്ട് തീ കത്തിച്ച് വറക്കാം. അതിന് ചട്ടിയെടുപ്പ് വെച്ചു, ചൂടായി വരുന്നു. ഇനി എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ചക്ക ഇടാം. കനയും കുറവുള്ള ചക്കയാണ് വറക്കാൻ നല്ലത്. ഇത് നല്ല കനം കുറവുള്ള ചക്കയായിരുന്നു, പിന്നെ അധികം മൂത്ത് പോയതുമല്ലായിരുന്നു. കുറേശ്ശെ ഇട്ട് നമുക്ക് വറക്കാം, അല്ലെങ്കിൽ ഒരുപാട് എണ്ണ വേണ്ടി വരും. കളറ് കുറവുള്ള ചക്കയാണെങ്കിൽ 1/4 ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇടാം. അപ്പോൾ ചക്കയ്ക്ക് നല്ല കളറ് വരും. വറുത്തെടുക്കുമ്പോൾ നല്ല ഗോൾഡൻ കളറ് വരും. ഇനി ഏകദേശം മൂപ്പാകുമ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പൂടി ഇടുക. ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം ഇട്ടുള്ളൂ. നല്ല കിലുകിലാന്നാകുമ്പം ഇത് കോരിയെടുക്കാം. കിലുകിലാൻ തുടങ്ങിയതേ ഉള്ളൂ. നല്ലപോലെ കിലുകിലാന്നാവട്ടെ, നേരം നമുക്ക് കോരിയെടുക്കാം. നല്ല കിലുകിലാന്നായിട്ടുണ്ട്, വേണ്ട. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇത്രയും മൂട്ടാൽ മതി. നല്ല എടുത്തില്ലേ, ചക്ക വറുക്കുന്ന ഈ പരുവായിരിക്കണം. നമ്മൾ ചക്ക വറുത്ത് കഴിഞ്ഞു. ഇങ്ങനെ ഈ കിലുകിലാന്ന് കേൾക്കണം. ഇതാണ് മൂട്ടേൻ്റെ മൂത്തു എന്നുള്ളത്. ഇങ്ങനെയാണ്. ഇത് കണ്ടോ,